ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമ്മളെ ചുരക്കയുണ്ടല്ലോ, അതും പിന്നെ കുറച്ച് തൈരും വെച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു റെസിപ്പിയാണ് കാണിക്കുന്നത്. നല്ല ടേസ്റ്റാണ്. എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ? അതിനു മുന്നേ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലേ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടൂടെ ചെയ്ത്. അപ്പോൾ ഞാനിവിടെ ഒരു കുറച്ച് ഭാഗം മാത്രം ചുരക്കി എടുത്തിട്ടുള്ളൂ. അതാണ്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് അതിനകത്തെ ആ ഒരു കുരുവൊക്കെ നമുക്കങ്ങ് എടുത്ത് കളയണേ. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്തിട്ട് അതിൻ്റെ കുരുവൊക്കെ ഒന്ന് കളയാം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് കേട്ടോ. എങ്കിലും നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ ഉറപ്പായിട്ടൊന്ന് ട്രൈ ആക്കേണ്ട ഐറ്റം തന്നെയാണ്. അപ്പോൾ രണ്ട് കഷ്ണമാക്കിയിട്ട് അതിൻ്റെ രണ്ടെണ്ണത്തിൻ്റെയും കുരു എടുത്ത് ഞാൻ കളയുന്നുണ്ടേ. അപ്പോൾ അതാണ്ട് രണ്ടൊന്ന് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണേ. അപ്പോൾ ഞാനിത് രണ്ടും ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതാണ്ട് എല്ലാം ഞാനൊന്ന് ഗ്രേറ്റ് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത് അവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് തൈരെടുക്കാം. ആ തൈരെടുത്ത് അതിൻ്റെ കട്ടകളൊക്കെ ഒന്ന് ഉടച്ച് മാറ്റി വെക്കാവേ. അപ്പോൾ ഇതുപോലെ ഒന്ന് വിസ്ക് വെച്ചിട്ട് ഒന്ന് ഉടച്ചെടുക്കാം. അപ്പോൾ നല്ല പുളിപ്പ് കുറഞ്ഞ തൈര് നോക്കി എടുക്കാൻ ശ്രദ്ധിക്കണേ. അപ്പോഴാണ് ഇതിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. നല്ല തിക്കായിട്ടുള്ള തൈര് എടുക്കണം കേട്ടോ, വെള്ളം ഒന്നും ചേർക്കരുതേ. അപ്പോൾ ഇതാണ്ട് തൈരിൻ്റെ കട്ടകളൊക്കെ ഞാനൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതും അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി ഈ സ്റ്റെപ്പ് ഓപ്ഷനിലാണ് കേട്ടോ, വേണമെങ്കിൽ ചെയ്താൽ മതി. കപ്പലണ്ടി ഇഷ്ടമുള്ളവർക്ക് ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് കപ്പലണ്ടി എടുത്ത് ഇടികളിലോട്ട് ഇട്ടിട്ട് അതൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ കപ്പലണ്ടി ചേർക്കാൻ ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ സ്റ്റെപ്പ് തന്നെ ഒഴിവാക്കാം കേട്ടോ. അപ്പോൾ ഇതാണ്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഇടിച്ചെടുത്താൽ മതി. ഒരുപാട് അങ്ങ് തരിത്തരിപ്പോടൊന്ന് ഇടിക്കണ്ട കേട്ടോ. അപ്പോൾ അതാണ്ട് ഇതുപോലൊന്ന് ഇടിച്ചെടുത്തിട്ട് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി കറി ഉണ്ടാക്കാനായിട്ട് ഞാനൊരു ചട്ടി ഒന്ന് എടുത്ത് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അപ്പം ചട്ടി ഒന്ന് ചൂടായി വരുമ്പോഴേക്കുവേ അതിലേക്ക് ഒരു 1.5 ടീസ്പൂണോളം നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഓയിലിൽ വേണമെങ്കിലും ചെയ്യാം. നെയ്യാകുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റാണ്, ഹെൽത്തിയുമാണ്. അപ്പോൾ നെയ്യ് ചൂടാകുമ്പോൾ 1 ടീസ്പൂൺ കടുകൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് പൊട്ടി വരുമ്പോഴേക്കും 1 ടീസ്പൂൺ ചെറിയ ജീരകം കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും ഞാൻ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് 1 ടീസ്പൂണോളം ഇഞ്ചി ചതച്ചതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇനി എല്ലാം കൂടെ ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. ഇഞ്ചിയുടെയൊക്കെ പച്ചമണം ഒന്ന് മാറുന്നവരെയും ജസ്റ്റ് ഒന്നങ്ങ് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മളിവിടെ ഗ്രേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ചുരക്ക ഉണ്ടല്ലോ, അതും കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാവേ. ചേർത്തിട്ട് ഇനി നന്നായിട്ട് ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. ഈ ചുരക്കൊക്കെ കിട്ടുമ്പോൾ ചിലർ വെറുതെ കളയാറുണ്ട് കേട്ടോ. അങ്ങനെയുള്ളവർക്ക് പറ്റിയ റെസിപ്പി കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോഴാണ് ഇതിന് ഇത്രയും ടേസ്റ്റ് ആണോ എന്ന് നമുക്ക് തോന്നുന്നത് കേട്ടോ. അതാണ് ഇതുപോലെ നന്നായിട്ട് ഒന്നങ്ങ് മിക്സ് ആക്കി എടുക്കുക. ഫസ്റ്റ് ഇതിലൊരു ചെറിയൊരു വെള്ളത്തിൻ്റെ അംശം ഓൾറെഡി ഉണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് മസാലപ്പൊടികൾ ചേർക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂണിൽ താഴെയായിട്ട് മുളക് പൊടിയും ചേർക്കുന്നുണ്ട്. കാശ്മീരി ചില്ലിയാണ് ചേർത്തത്. ഇനി ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ചേർത്തിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സ് ആക്കി എടുക്കാവേ. ചട്ടിയിൽ ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ. അതാണ് ഞാൻ ചട്ടി എടുത്തത്. അതാണ്ട് ഇതുപോലെ നല്ലപോലെ നന്നായിട്ടൊന്നങ്ങ് മിക്സ് ആക്കി എടുക്കാം. അപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാവേ. അപ്പോൾ അതാണ്ട് ഒരു 5 മിനിറ്റ് ഒന്ന് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വെന്തോന്നൊന്ന് നോക്കാം. ഞാൻ ഇതിനകത്ത് കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, കാണിക്കാൻ വിട്ടുപോയതാട്ടോ. അപ്പോൾ ഇതാണ്ട് നന്നായിട്ട് ചുരക്കൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പാകം വരെ മതി. ഇനി ഇതിലേക്ക് ഞാനൊരു സാധനം ചേർക്കാൻ മറന്നായിരുന്നു കേട്ടോ. അപ്പം അതങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. പച്ചമുളകാണ് കേട്ടോ. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഇടിച്ച് വെച്ചേക്കുന്ന കപ്പലണ്ടി ഉണ്ടല്ലോ, അതും കൂടെ ഈ സമയം അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്നങ്ങ് മിക്സ് ആക്കി എടുക്കാം. ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്നങ്ങ് മിക്സ് ആക്കിയിട്ട് നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യണം കേട്ടോ. ഇത് മസ്റ്റ് ആണ് കേട്ടോ. ഈ സമയത്ത് ഫ്ലെയിം ഓഫ് ആക്കണം. എന്നിട്ട് വേണം തൈര് ചേർക്കാനായിട്ട്. ഇനി തൈര് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി എന്നിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സ് ആക്കി എടുക്കാം. അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പം നല്ലപോലെ ഒന്നങ്ങ് മിക്സ് ആക്കി എടുക്കാം. കാണുമ്പോഴേ കഴിക്കാൻ തോന്നുന്നൊരു കറിയാണ് കേട്ടോ. നല്ല ക്രീമിയാണ്, ഭയങ്കര ടേസ്റ്റുമാണ്.
ഇതിൻ്റെ സൈഡിലൊരു മീൻ പൊരിച്ചതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല കുശാലായിട്ട് ചോറ് കഴിക്കാം കേട്ടോ. അപ്പോൾ പെട്ടെന്നൊക്കെ കറി ഉണ്ടാക്കണമെങ്കിലോ അല്ലെങ്കിൽ മടി പിടിച്ചിരിക്കുന്ന ദിവസങ്ങളിലൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്നങ്ങ് മിക്സ് ആക്കിയിട്ട് ഈ സമയം നോക്കിയിട്ട് നമുക്ക് ഉപ്പൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കണേ. അപ്പോൾ കുറച്ച് ഉപ്പ് നേരത്തെ ചേർത്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഞാനൊരു അല്പം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു അല്പം ഉപ്പിൻ്റെ കുറവുണ്ടേ. അപ്പോൾ അതും കൂടെ ചേർത്ത് ജസ്റ്റ് ഒന്ന് അങ്ങ് മിക്സ് ആക്കി കഴിഞ്ഞാൽ നമ്മുടെ കറി ഇവിടെ റെഡിയായി. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ട്രൈ ആക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ആക്കിക്കോ, ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഇനി ഒരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.